ഗുഡ് മോർണിംഗ് എവരിബഡി. എന്നെ എല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കുന്നു. ഞാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രം കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ ആൻഡ് ആൾസോ സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ്ഡ് ഇൻ കേരള സ്റ്റേറ്റ്. ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിസ്ട്രിക്ട് ക്വാളിറ്റി മോണിറ്ററായിട്ട് ജോയിൻ ചെയ്യുകയും 1 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം അത് റിന്യൂ ചെയ്യാൻ പോയപ്പോൾ നമുക്ക് ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഏകദേശം 8 വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ 4 വേക്കൻസി മാത്രമേ ഫില്ല് ചെയ്യണ്ടായിരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ രാഷ്ട്രീയമോ വേറെ ഏതാ ഔട്ടർ ഇൻഫോഴ്സ് കാരണമോ ആ ചാൻസ് നഷ്ടപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. വളരെയധികം വയോജനങ്ങൾ, വയസ്സായവരും ചെറുപ്പക്കാരും ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ അന്ന് ഏകദേശം 330 രൂപയാണ് ഏകദേശം കിട്ടിയിരുന്നത്. അപ്പോൾ കൊടകര ബ്ലോക്കും ഇരിങ്ങാട് ബ്ലോക്കാണ് എൻ്റെ ഇൻചാർജ്. ഇരിങ്ങാട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്. കൊടകര ബ്ലോക്ക്. അപ്പോൾ ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓരോ പ്രോജക്റ്റും സന്ദർശിക്കുകയും അതിൻ്റെ അവർ ചെയ്തിട്ടുള്ള ഓരോ പോരായ്മകൾ അവിടെ എൻജിനീയേഴ്സ്, അപ്പോൾ അവിടെ എ ഉണ്ട്, ഓവർസർ ഉണ്ട്, പിന്നെ BDA ഉണ്ട്, ജോയിന്റ് BDA ഉണ്ട്. അങ്ങനെ എല്ലാ കാറ്റഗറിയും ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട്. ഏകദേശം 15 പഞ്ചായത്തുകളുടെ ഇൻചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരുവിധം ഈ എൻജിനീയേഴ്സ് റിക്രൂട്ട് ചെയ്ത കുറച്ച് ആൾക്കാർ വളരെ ഫ്രഷായിരുന്നു. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ DSR ആണ്, ഡൽഹി ഷെഡ്യൂൾ ഓഫ് റൈറ്റ് ആണ്. ആ കാര്യത്തിൽ അവർക്ക് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, അറിവില്ലായ്മ ഉണ്ടായിരുന്നു. ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ പല തെറ്റുകളുണ്ടായിരുന്നു. അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ സ്പോട്ടിലും ആ ഓരോ വർക്ക് കാണുമ്പോഴും അത് അങ്ങനല്ല ഇങ്ങനല്ലെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ചുറ്റിങ്ങനെ നിന്ന് നമ്മളോട് സംസാരിക്കും. അവർക്ക് വേണ്ട അറിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർ വളരെ ഏജ്ഡ് ആയിട്ട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്തോടെ, നിങ്ങൾക്ക് ഇപ്പം പ്രായമായില്ലേ? അപ്പോൾ അവർ പറഞ്ഞു വെച്ചെങ്കിൽ റെസ്റ്റ് ചെയ്ത് തന്നെ വീട്ടിലത്തെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, നിത്യ ചെലവിനുള്ള വകയില്ല, അതുകൊണ്ട് പേരിലാണ് വന്നത്. കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ഇത്രയും പ്രായത്ത് പക്ഷെ അവർ വളരെ എനർജറ്റിക്കാണ്. അവർ ഫിസിക്കലി എൻഗേജ്ഡ് ആയ കാരണം അത് വളരെ അവർ ഹെൽത്തിയാണ്. അപ്പല്ല ആരും വളരെ ഇങ്ങനെ എന്താ പറയുക, ഫിസിക്കലി അത്ര ഇതായിട്ടുള്ള ആൾക്കാർ, ബലഹീനതയുള്ള ആൾക്കാരില്ല, ഒക്കെ നല്ല ആക്റ്റീവ്. ഏജ്ഡ് ആണെങ്കിലും നല്ല ആക്റ്റീവാണ്. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളോ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല, അവരെ വിട്ടോടെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്തോടെ. അപ്പോൾ അവരൊക്കെ വല്ല ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്, ഇല്ല അല്ലാത്തവരുണ്ട്, പക്ഷെ അവർ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം വയസ്സുകാലത്ത് അവർ ജോലിക്ക് വന്നിട്ട് മറ്റുള്ള യുവജനങ്ങൾ, അവരുടെ വീട്ടിലുള്ള യൂത്ത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പലരും വെറുതെ ഇരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ സൈറ്റിൽ വരുന്ന ഓരോ പ്രോജക്റ്റുകളും ചെയ്യുമ്പോഴും കാണുമ്പോഴും ഓരോ പ്രത്യേകത, ഒരു എനിക്ക് കാണുന്ന തെറ്റുകൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പം ഞാൻ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ JPC, ഞങ്ങളുടെ ഹെഡാണ് JPC, അവിടെ ഞാൻ വരും പറഞ്ഞു, കുട്ടികൾക്ക് പലർക്കും ഇങ്ങനെ അറിവിൻ്റെ ഒരു കുറവുണ്ട്,
അത് പരിഹരിക്കാനായിട്ട് അവർക്കൊരു അറിവ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യണം. അപ്പോൾ മാഡം പറഞ്ഞ് അതിനൊക്കെ അവർക്ക് തിരുവനന്തപുരത്ത് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ട്രെയിനിങ് ഒക്കെ ഇനീഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ട്രെയിനിങ് ആവശ്യം എന്താ? അപ്പോൾ ഈ വിവരം ഞാൻ കൊടകര ബ്ലോക്ക് BDയോടും പറഞ്ഞു, ഇരിഞ്ഞാട് ബ്ലോക്ക് BDയോടും പറഞ്ഞു. കൊടകര ബ്ലോക്ക് BDO ഉടനെ തന്നെ സാറ് അന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യ്, നമുക്ക് കുട്ടികൾക്ക് ഒരു ദിവസത്തെ ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാം. അത് ആ ഡിസിഷൻ മേക്കിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ എനി സിറ്റുവേഷനിൽ തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടെന്ന് മുൻകാലങ്ങളിൽ അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനാൽ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ക്ലാസ് എടുത്തു. ഞാൻ കാലത്ത് ചെന്നു. നമ്മുടെ പുതുക്കാട് അവിടെ ബ്ലോക്ക് ഓഫീസിലായിരുന്നു ക്ലാസ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് അവിടെ നമ്മുടെ എൻജിനീയേഴ്സ് എല്ലാവരും, ഏകദേശം എൻജിനീയേഴ്സും മറ്റുള്ള ജീവനക്കാരും പിന്നെ ജോയിന്റ് BDO എല്ലാവരും ഉണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി. ഒരു ദിവസം കംപ്ലീറ്റ് ഞാൻ ക്ലാസ് എടുത്തു. എന്തൊട്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ട അറിവും ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഒരു ദിവസം ഫുള്ള് ക്ലാസ് എടുത്തിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അവർക്ക് സൈറ്റിൽ വേണ്ട കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ അത് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഓരോ പഞ്ചായത്തിലും എൻജിനീയേഴ്സിനോട് അവർ നോക്കി വരേണ്ട ഓരോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ പഞ്ചായത്തിൽ അവർ തെറ്റായിട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. DSR എന്ന് പറഞ്ഞാൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏത് കുഗ്രാമത്തിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്, അത് സ്പെസിഫിക്കേഷനാണ്. ലൈസൻസ്ഡ് ആയിട്ടുള്ള പല എൻജിനീയേഴ്സിനും അറിയില്ല. അത് പല കോൺട്രാക്ടർമാരും എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. പല എൻജിനീയേഴ്സിനും ഈ DSR അറിയില്ല. ഇറ്റ്സ് എ വെരി ക്വാളിറ്റി സ്പെസിഫിക്കേഷനാണ് അതിൽ ഉള്ളത്. ചുരുക്കം പറഞ്ഞ് നമ്മൾ കരിങ്കല്ല് കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ പരുക്കണാണ് ഇടാറ്. പക്ഷെ DSRൽ ഷുഡ് ബി പ്രൊവൈഡ് കോൺക്രീറ്റ്. അതാണ് അതിൻ്റെ ക്വാളിറ്റി. വെച്ചെങ്കിൽ ഡിസോർഡറായി കിടക്കുന്ന ടോപ്പ് സൈഡ് ഒരിക്കലും അടർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോൺക്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് ഗ്രേഡഡ് കോൺക്രീറ്റ് മെറ്റലാണ് യൂസ് ചെയ്യുക. പണ്ടൊക്കെ 20 mm മെറ്റൽ നമ്മൾ കൈകൊണ്ട് അടച്ചിട്ടോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഉടച്ചു കൊണ്ടിട്ട് ഒരു മുഴുത്ത എല്ലാം ഒരു ഏകദേശം 20 mm മെറ്റലായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കോൺക്രീറ്റ് ഇടുമ്പോഴും ലേ ചെയ്യുമ്പോഴും അത് പ്രസ് ചെയ്യുമ്പോഴും ലെവൽ ചെയ്യുമ്പോഴും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 20 mm മുതൽ അതിന് താഴെയുള്ള പല ഗ്രേഡിലുള്ള മെറ്റലുള്ള കാരണം ആ പാക്കിംഗ് നല്ല കോമ്പിനേഷൻ വളരെ ബെറ്ററാണ്. അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റും മണലൊക്കെ വേണ്ട പ്രൊപ്പോർഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അതാണ് ഈ DSRന്റെ പ്രത്യേകത. ഇതെല്ലാവരും എല്ലാ എൻജിനീയേഴ്സും മനസ്സിലാക്കിയിട്ടുന്ന ഒരു സ്പെസിഫിക്കേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ് അഡാപ്റ്റ് ചെയ്തതാണ്. പ്രത്യേകിച്ചും മിലിറ്ററിയിലാണ് അത് അഡാപ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത്യാവശ്യം നമ്മൾ എല്ലാ ദിവസവും നന്നായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുമ്പോൾ എന്താ ഫങ്ഷൻ, എന്താണ് അതിൻ്റെ ഓരോ കമ്പാർട്ട്മെന്റ്, എന്താ പ്രത്യേകത, എന്താ അതിൻ്റെ സ്കംബോർഡും മറ്റുള്ള കാര്യങ്ങളും എന്താണ് അതിൻ്റെ ഡ്യൂട്ടിയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അവർക്ക് ചില തെറ്റുകൾ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തടയണ ചെയ്യുമ്പോൾ ഭൂമി സ്ലോപ്പായതിൻ്റെ ക്രോസാണ് തടയണ ചെയ്യുക. എന്നാൽ മാത്രമേ വെള്ളം കെട്ടി നിന്ന് അവിടെ ആ വെള്ളം ഭൂമിയിലേക്ക് പോവുള്ളൂ.
മഴവെള്ളം ഭൂമിയിലേക്ക് പോയിട്ട് അതിൻ്റെ ഭൂമിയുടെ അടിഭാഗത്തേക്ക് ഇറക്കി വിടുന്നൊരു സിസ്റ്റമാണ് മഴക്കുഴികളും തടയണയും. അതുപോലെ തന്നെ മഴക്കുഴി എന്ന് പറഞ്ഞാലും കുഴിയെടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, പലരും ചെയ്തതെന്ന് വെച്ചെങ്കിൽ, എല്ലാവരല്ല പലരും ചെയ്തതെന്ന് വെച്ചെങ്കിൽ ആ കുഴിയുടെ ചുറ്റും ഒരു ബണ്ട് പോലെ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള വെള്ളം അന്ന് നിറയേണ്ടതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ നിർഭാഗ്യവശാൽ ആ ബണ്ട് ചെയ്യുമ്പോൾ ആ കുഴിയുടെ അത്ര 3 അടി സ്ക്വയർ ഉണ്ടെങ്കിൽ 3 അടി സ്ക്വയറിൽ വരുന്ന ആ റെയിൻ ഡ്രോപ്സ് മാത്രമേ ഉള്ളിൽ വരുള്ളൂ. അപ്പം നമ്മൾ വെച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വ്യക്തമായി മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോ, എത്ര നമ്മൾ ആൾക്കാരെല്ലാം എൻഗേജ്ഡ് ചെയ്തോ, എൻജിനീയേഴ്സ് ആയാലും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അതിൻ്റെ റിസൾട്ട് വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കിൽഡ് ഡെവലപ്മെന്റിന് വളരെ സപ്പോർട്ട് ചെയ്യണത്. എൻ്റെ 10-35 വർഷക്കാലത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞാൻ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും അറിവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചെങ്കിൽ ഇപ്പോൾ സാധാരണ ജോലിക്കാരും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് നടന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരുമ്പോൾ കുറച്ച് പരുക്കനോ, നമ്മൾ സിമെന്റ് മോട്ടർ എന്ന് പറയും എഞ്ചിനീയേഴ്സ് ഭാഷയിൽ. അപ്പം അവര് നാളെ കാലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുമിച്ചിട്ടിട്ട് നിറയിൽ ഒരു കുഴി കുത്തിട്ട് വെള്ളമൊഴിച്ച് വെക്കും, നാളെ കാലത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പഠിച്ച ആ ടെക്നോളജി അനുസരിച്ച് ഹാഫ് ആൻ അവറിൽ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിങ് അത് തുടങ്ങും. പിന്നെ അത് ഓരോ മിനിറ്റിലും അത് സെറ്റിങ് ഇങ്ങനെ കൂടി വരും. നമ്മൾ ലാബറട്ടറിയെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു മിക്സ് പിറ്റേ കാലത്തേക്ക് എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതിൽ കാലത്ത് വന്നിട്ട് അവരെന്താന്ന് വെച്ചെങ്കിൽ സിമെന്റും മണലും മിക്സ് ചെയ്തിട്ട് ഇതുകൂടെ ജോയിൻ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു കോമ്പൗണ്ട് ആക്കും. അത് ഭയങ്കര നഷ്ടമാണ്. ആണെങ്കിൽ ഓൾറെഡി ചാണം പോലെ കിടക്കുന്ന ഒരു കോമ്പൗണ്ട് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സിമെന്റും മണലും നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടി ക്വാളിറ്റി ഡിക്രീസ് ചെയ്യാണ്, കുറയാണ്. ഏകദേശം ഒരു കുബിക്കടി മണലിന് ഏകദേശം 60 രൂപ 70 രൂപ ഉണ്ട്. ഒരു ബാഗ് സിമെന്റിന് ഏകദേശം 400 രൂപ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കിവിടെ അവര് ജോലിക്കാർക്ക് നമ്മൾ ഒരു ദിവസത്തെ കൂലി ഏകദേശം 1000, 1100, 1200 കൊടുത്തിട്ട് അവർ വൈകിട്ട് പോണ സമയത്ത് നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ സമ്മാനിച്ച് പോകുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. എല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നിർമ്മാണ മേഖലയിൽ സ്കിൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എൻജിനീയേഴ്സ് ആയാലും മറ്റ് ലേബേഴ്സ് ആയാലും. എന്താ കാരണം വെച്ചെങ്കിൽ അവർ ക്വാളിറ്റി അഷ്യൂർ ചെയ്യണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണെങ്കിൽ. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ബംഗാളികൾ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. പക്ഷെ അവർ ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും അവരിവിടെ നിന്ന് കംപ്ലീറ്റ് സ്ഥലം വിടും. പണ്ട് കാലത്ത് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടമാനം ലേബേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ പോയി വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതേമാതിരി ഇവര് പോകും. ഇവര് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് വീടും ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ലേബേഴ്സിന് ആവശ്യമുണ്ട്. ആ സമയത്താണ് നമ്മൾ ലേബറിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിദേശത്ത് നിന്ന് നമ്മൾ ലേബർ റിക്രൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ആണെങ്കിൽ വളരെ പ്രോഗ്രസ് ഇല്ലാത്ത മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. എന്താ കാരണം വെച്ചെങ്കിൽ നമ്മളൊരു കൺസ്യൂം സ്റ്റേറ്റ് ആണ്. ഇപ്പൊ മറ്റുള്ള പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വിൽക്കുകയാണ്. അതേമാതിരി ഇനി ചിലപ്പോൾ ലേബേഴ്സിന് നമ്മൾ ഇവിടെ റിക്രൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പൊ എന്നിരുന്നാലും ഇപ്പം ഞാനൊരിപ്പോ ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ പേപ്പറിൽ കണ്ടതാണ്. നമ്മുടെ വനിതകൾക്ക് അവർക്ക് സാങ്കേതിക പരിശീലനം കൊടുത്തിട്ട് അവര് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു പേപ്പറിന്റെ കട്ട് പീസ് ഇട്ടിട്ടുണ്ട്.
ഇവിടെ ഇന്ത്യയില് LNT വരെ അവർക്ക് ലേബർ ഷോർട്ടേജ് വന്നിട്ട് അവര് പല റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് അവര് ലേബേഴ്സിന് അവര് എടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ലേബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരെങ്ങനെയാണ് അതിന്റെ ലേബേഴ്സിനുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ രാജ്യത്ത് ഈ തൊഴിൽ ഇല്ലായ്മ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ താഴേക്കിടലുള്ള ആൾക്കാർ, താഴേക്കിടലുള്ള തൊഴിലിൽ നമ്മൾ ഏർപ്പെടാം. അങ്ങനെ വരുമാനം നമ്മൾ കണ്ടെത്തി, അതിലൂടെ നമ്മൾ വരുമാനം ഡെയിലി നമുക്ക് വരുമാന മാർഗങ്ങൾ കണ്ടെത്തി നമുക്കും നമ്മുടെ വീടിനും നാട്ടുകാർക്കും ഗുണമാവുന്ന വിധത്തിൽ മുന്നേറാം. നമുക്ക് സൂട്ടബിൾ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പോവാം. വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മുടെ ഫിസിക്കൽ മാത്രം ഒരു ഇത് വരുന്നത്, ഫിസിക്കൽ എൻഗേജ്മെന്റ് മാത്രം ഇത് വരുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങള് തൃശ്ശൂർ ഇവിടെ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടിയിൽ എല്ലാവരും ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാം. സമയാസമയം നമ്മൾ അറിയിക്കും. ആരെങ്കിലും ഒരു ഇതിൽ അത്യാവശ്യ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മെയിലിലേക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. നമ്മൾ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കും. നമ്മൾ അതിനൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ ആദിവാസി മേഖല, മറ്റേ വളരെ ന്യൂനപക്ഷ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ആദിവാസികൾ പറയുകയാണെങ്കിൽ അവർക്ക് കാട്ടിൽ അവർക്ക് നിലനിൽപ്പ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോറസ്റ്റ് ഗാർഡും പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണവും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവിടെയുള്ള റിക്വയർമെന്റ് കിട്ടാത്ത സിറ്റുവേഷനിൽ തേനും മറ്റുള്ള കാര്യങ്ങൾ കിട്ടാത്ത സിറ്റുവേഷൻ വന്നിട്ട് വളരെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അവര് ഫിസിക്കലി വളരെ ഫിറ്റാണ്. എന്നുവെച്ചാൽ നമുക്കറിയാം അവര് വളരെ ടോളസ്റ്റ് ആയിട്ടുള്ള മരത്തിൽ കയറി തേനെടുക്കാനും ഒക്കെ അവര് വളരെയധികം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഫിസിക്കലി ഫിറ്റായ അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള തൊഴിൽ പരിശീലനം കൊടുത്ത് അവരെ നിർബന്ധപൂർവം ഇവിടുന്ന് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ചെയ്ത് കൊടുത്ത് നമ്മൾ അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു തൊഴിൽ കിട്ടാനും അവരുടെ തലമുറ ശരിക്കും പറഞ്ഞ ഒരു ടെക്നീഷ്യൻ ലെവലിൽ ജോയിൻ ചെയ്യാനും അവരുടെ തലമുറ അങ്ങനെ മാറി മാറി അവരുടെ ഒരു പ്രോഗ്രസ് ആയി നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് കെട്ടിപ്പടുക്കാനൊക്കെ കഴിയും. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയ അവരുടെ കാര്യം വളരെ അധോഗതിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. JBM സക്സസ് സൊല്യൂഷൻ ഏകദേശം 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രോജക്റ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോ നവകേരള സദസ്സിൽ നമ്മൾ CMന് സബ്മിറ്റ് ചെയ്യണ്ടായിരുന്നു. അതിന്റെ ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. പിന്നെ അടുത്തുള്ള ബ്രദേഴ്സ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സെന്റർ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് 95ലാണ് ഞാനത് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ വേറെ വെച്ചെങ്കിൽ പഴമയിലൊരുമ എന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണകളായിട്ടുള്ള നിർമ്മാണ മേഖല, നിർമ്മാണമല്ല, നമ്മള് ഈ കൊട്ടയും മറ്റുള്ള പായയും കലം ഇങ്ങനെ ഫർണിച്ചർ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വഴി കൊടുത്ത് അവർക്ക് നല്ലൊരു മൂലധനം, നല്ല റിട്ടേൺ കിട്ടുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാനാണ് പഴമയിലൊരുമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അനുയോജ്യമായിട്ട് സിറ്റുവേഷൻ അതിനുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വന്ന് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നമുക്ക് കുറെ ആൾക്കാരെ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും നമുക്ക് സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഓക്കെ, ശരി.